ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് തിയേറ്ററിൽ വമ്പൻ വിജയം നേടിക്കൊണ്ടിരിക്കുന്ന 3 സിനിമകളുടെയും വ്യക്തമായ കളക്ഷനാണ്. നെസ്ലിൻ, മമിത ബൈജു എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി ഗിരീഷ് ഷേഡി സംവിധാനം ചെയ്തൊരുക്കിയ റോംകോം എൻ്റർടൈൻമെൻറ്റ് സിനിമയായിരുന്നു പ്രേമലു. വെറും 9 കോടി ബഡ്ജറ്റിൽ വന്ന ചിത്രം 18 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് 36 കോടി 42 ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 5 കോടി 30 ലക്ഷവും വിദേശത്ത് നിന്ന് 28 കോടി 45 ലക്ഷവും ലഭിച്ച സിനിമയുടെ ഇതുവരെയുള്ള ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ എന്ന് പറയുന്നത് 70 കോടി 17 ലക്ഷം രൂപയാണ്. 9 കോടി മാത്രം ബഡ്ജറ്റ് വരുന്ന ചിത്രം ബ്ലോക്ക് ബസ്റ്റർ വിജയമാണ് ഇതിനോടകം സ്വന്തമാക്കിയിട്ടുള്ളത്. ഇപ്പോഴും മികച്ച ബുക്കിംഗ് ഉള്ളതിനാൽ 80 കോടിയും കടക്കുമെന്നാണ് തോന്നുന്നത്. മമ്മൂക്ക, സിദ്ധാർത്ഥ് ഭരതൻ, അർജുൻ അശോകൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്തൊരുക്കിയ എക്സ്പെരിമെൻ്റൽ ഹൊറർ ത്രില്ലർ സിനിമയായിരുന്നു ഭ്രമയുഗം. 27 കോടി ബഡ്ജറ്റ് കണക്കാക്കുന്ന ചിത്രം 12 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് 20 കോടി 53 ലക്ഷം രൂപ സ്വന്തമാക്കിയിട്ടുണ്ട്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 6 കോടി 90 ലക്ഷവും ഓവർസീസിൽ നിന്ന് 24 കോടി 40 ലക്ഷവും ലഭിച്ച സിനിമയുടെ ഇതുവരെയുള്ള ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ 51 കോടി 83 ലക്ഷം രൂപയാണ്. സിനിമയുടെ ബുക്കിംഗ് ഇപ്പോൾ മറ്റ് 2 സിനിമകളെ അപേക്ഷിച്ച് ഡൗൺ ആണെങ്കിലും ജേണർ വെച്ച് നോക്കുമ്പോൾ അതും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൂടി ആയതിനാൽ നല്ല വിജയം തന്നെയാണ് സിനിമയ്ക്ക് ഇതിനോടകം കിട്ടിയിട്ടുള്ളത്. ശ്രീനാഥ് ബാസി, സൗബിൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി ചിദംബരം സംവിധാനം ചെയ്തൊരുക്കിയ സർവൈവൽ ത്രില്ലർ സിനിമയായിരുന്നു മഞ്ഞുമ്മൽ ബോയ്സ്. 17 കോടിയോളം ബഡ്ജറ്റ് വരുന്ന സിനിമ 5 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് 17 കോടി 40 ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 4 കോടി 40 ലക്ഷവും ഓവർസീസിൽ നിന്ന് 19 കോടി 80 ലക്ഷവും ലഭിച്ച സിനിമയുടെ ഇതുവരെയുള്ള ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ 41 കോടി 60 ലക്ഷം രൂപയാണ്. സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസ് ലഭിച്ച ചിത്രം വൈകാതെ തന്നെ 50 കോടി ക്ലബിലെത്തും. അപ്പോൾ ഈ 3 സിനിമകളെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ പങ്കുവെക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും കൂടി പരിഗണിക്കുക.